നമസ്കാരം. മനുഷ്യരിലും മൃഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. റിംഗ് വോം ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. ശരീരത്തിൽ തൊലിക്കടിയിൽ വസിക്കുന്ന ഒരിനം വിരകളാണ് റിംഗ് വോംസ്. അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന അസഹനീയമായ ചൊറിച്ചിൽ, അതുപോലെ അവിടെ ചെറിയ കുരുക്കൾ വരിക, ചുവന്ന് തടിക്കുക, രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോവുക, അങ്ങനെ പല ലക്ഷണങ്ങളും റിംഗ് വോംസ് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും കാണിക്കും. ആടുകളിലൊക്കെ ആണെങ്കിൽ അവരുടെ ശരീരം അസഹനീയമായിട്ട് ചൊറിച്ചിൽ വരുന്ന സമയത്ത് കൂടിൻ്റെയും അതുപോലെ മരത്തിൻ്റെയും വീടിൻ്റെ ഭിത്തിയിലൊക്കെ ഇട്ട് ഉരയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ റിംഗ് വോം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ഹോമിയോയിൽ എന്ത് മരുന്നുകൾ കൊടുക്കാം, അതുപോലെ ഈ റിംഗ് വോം ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി എന്ത് പ്രതിരോധമായിട്ട് നമുക്ക് മരുന്നുകൾ ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ആടുകൾ റിംഗ് വോം ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാവുന്ന ഹോമിയോ മരുന്നിൻ്റെ പേരാണ് ടെല്യൂറിയം 30 പൊട്ടൻസിയിലുള്ള മരുന്ന്. ഈ മരുന്ന് ആട്ടിൻകുട്ടികൾ മുതൽ വലിയ ആടുകൾക്ക് വരെ കൊടുക്കാം. ആടുകളുടെ ശരീര വലിപ്പത്തിനനുസരിച്ചിട്ട് 5 തുള്ളി മുതൽ 10 തുള്ളി വരെ ഈ മരുന്ന് ഒരു സമയത്ത് കൊടുക്കാം. മരുന്ന് നേരിട്ട് നാവിലുറ്റിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ 10 ml വെള്ളത്തിൽ ചേർത്തിട്ട് ആടിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കാം. ദിവസത്തിൽ 3 നേരം മരുന്ന് ഇങ്ങനെ ചെയ്യണം. അത് 7 മുതൽ 10 ദിവസം വരെ ഈ കോഴ്സ് തുടരുകയും ചെയ്യണം. ഇൻഫെക്ഷൻ കുറയുന്നതനുസരിച്ചിട്ട് മരുന്ന് നിർത്താവുന്നതുമാണ്. ഇനി പറയുന്നത് ഈ റിംഗ് വോം ഇൻഫെക്ഷനെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് ഹോമിയോയിൽ എന്തെങ്കിലും മരുന്നുണ്ടോ? അങ്ങനെ ഹോമിയോയിലുള്ള ഒരു മരുന്നാണ് ബാസിലിനം 1M അല്ലെങ്കിൽ 1000 പൊട്ടൻസിയിലുള്ള മരുന്ന്. ഈ ഹോമിയോ മരുന്ന് ആടുകളിൽ കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് 5 മുതൽ 10 തുള്ളി വരെ ഒരു 10 ml വെള്ളത്തിൽ ചേർത്തിട്ട് 15 ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കുക. അതായത് മാസത്തിൽ 2 തവണ 15 ദിവസം ഇടവേളയിൽ ഒരു പ്രാവശ്യം ഈ മരുന്ന് കൊടുക്കുന്നത് റിംഗ് വോം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഹോമിയോയിൽ റിംഗ് വോം ഇൻഫെക്ഷന് കൊടുക്കേണ്ട മരുന്ന് പറഞ്ഞു, അതുപോലെ ഇത് വരാതിരിക്കാൻ പ്രതിരോധിക്കാനുള്ള മരുന്ന് പറഞ്ഞു തന്നു. നിങ്ങളുടെ ആടുകൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.